വീടിൻ്റെ 4 ചുമരുകൾക്കുള്ളിൽ ജീവിതം തള്ളി നീക്കുന്ന കിടപ്പ് രോഗികളെ സുമനസ്സുകൾ ചേർന്ന് വീടകങ്ങളിൽ നിന്ന് സ്നേഹപ്പന്തലിലേക്ക് ആനയിച്ചപ്പോൾ അതവർക്ക് മറക്കാനാവാത്ത നിമിഷങ്ങൾ സമ്മാനിച്ച ഒരു ദിവസമായി മാറി. കൊടിയത്തൂർ പെയിൻ ആൻഡ് പാലിയേറ്റീവ് അസോസിയേഷൻ്റെയും കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിൻ്റെയും നേതൃത്വത്തിൽ പന്നിക്കോട് AIP സ്കൂളിൽ നടന്ന കിടപ്പ് രോഗി കുടുംബസംഗമമായ സ്നേഹസ്പർശത്തിലാണ് വേദന ആഹ്ലാദത്തിന് വഴിമാറിയത്. വീടിൻ്റെ 4 ചുവരുകൾക്കുള്ളിൽ മാസങ്ങളായി ഇതാണ് തങ്ങളുടെ ലോകമെന്ന് കരുതിയവരെ സുമനസ്സുകൾ ചേർന്ന് വീടകങ്ങളിൽ നിന്ന് സ്നേഹപ്പന്തലിലേക്ക് താങ്ങിയെടുത്തതോടെ അവരുടെ ദുഃഖങ്ങളും രോഗങ്ങളുമെല്ലാം അല്പനേരത്തേക്കെങ്കിലും മറവിയിലാണ്ടു പോവുകയായിരുന്നു. കൊടിയത്തൂർ പെയിൻ ആൻഡ് പാലിയേറ്റീവ് അസോസിയേഷൻ്റെയും കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിൻ്റെയും നേതൃത്വത്തിൽ പന്നിക്കോട് AIP സ്കൂളിൽ നടന്ന കിടപ്പ് രോഗി കുടുംബസംഗമം സ്നേഹസ്പർശം ആഹ്ലാദവേദിയായി മാറി. കിടപ്പ് രോഗികൾക്ക് ആഹ്ലാദത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും സുദിനമാണ് സംഗമം സമ്മാനിച്ചത്. പ്രത്യേകം സജ്ജീകരിച്ച സ്നേഹക്കൂട്ടിൽ പതിറ്റാണ്ടുകളായി കിടപ്പിൽ കഴിയുന്ന രോഗികളും പരിചാരകരുമായി നൂറുകണക്കിന് ആളുകളാണ് ഒത്തുചേർന്നത്. നാട്ടുകാരും പാലിയേറ്റീവ് പ്രവർത്തകരും ഏകമനസ്സോടെ പ്രവർത്തിച്ച സംഗമത്തിൽ രോഗികളെ കൊണ്ടുവരൽ, ഭക്ഷണം, കലാപരിപാടികൾ, തിരിച്ചു പോകുമ്പോൾ സമ്മാനപ്പൊതി തുടങ്ങി രോഗികൾക്ക് ആവശ്യമായതെല്ലാം നാട്ടുകാരുടെയും വളണ്ടിയർമാരുടെയും പങ്കാളിത്തത്തോടെയായിരുന്നു നടത്തിയത്. സംഗമം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യ ഷിബു ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ഫസൽ കൊടിയത്തൂർ അധ്യക്ഷനായി. ജംഷിദ് കൈനിക്കര, കലാഭവൻ അനിൽലാൽ, കലാഭവൻ ഷമൽ എന്നിവർ ചടങ്ങിൽ മുഖ്യാതിഥികളായിരുന്നു. പഞ്ചായത്ത് അംഗങ്ങളായ ആയിഷ ജാലപ്പുറത്ത്, ബാബു പൊൽക്കുന്ന്, മറിയംകുട്ടി ഹസൻ, ജനറൽ കൺവീനർ മജീദ് കുവപ്പാറ, M അബ്ദുറഹ്മാൻ, PM അബ്ദുൽ നാസർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ അഡ്വക്കേറ്റ് സൂഫിയാൻ, MK നദീറ, പഞ്ചായത്ത് അംഗങ്ങൾ നൌഫൽ കട്ടയാട്ട്, മജീദ് പുതുക്കുടി, CT സലീജ, TK അബൂബക്കർ, ഉമാ ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, മുക്കം.